ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷം റോസിൻ്റെ വിശേഷമാണ് കേട്ടോ. റോസിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരവും പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും കേട്ടോ. ആദ്യമായിട്ടാണോ ചാനൽ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമ്മൾ റോസിൻ്റെയും പൂക്കളിടുന്ന ചെടികളുടെയൊക്കെ വിശേഷങ്ങൾ, ഗാർഡനിങ് ടിപ്സും ഒക്കെ ആയിട്ടാണ് വരുന്നത്. എല്ലാ ദിവസവും വീഡിയോ ഇടാറുണ്ട്. ചെടികളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ. റോസിനുണ്ടാവുന്ന രോഗങ്ങൾ ആദ്യം തന്നെ പറഞ്ഞുതരാം. പല ആൾക്കാരും എനിക്ക് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു, റോസ് ഇങ്ങനെ നശിച്ചു പോകുന്നു, റോസിന് എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്, നല്ല രീതിയിൽ റോസ് ഉണ്ടാവാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് കമൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ എല്ലാ പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരവും പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യത്തെ പ്രശ്നം എന്ന് വെച്ചാൽ റോസിൻ്റെ ഇലകളിലുണ്ടാവുന്ന ഒരു കറുപ്പാണ് കേട്ടോ. പിന്നെയുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ റോസിൻ്റെ ഇലകളിൽ ഉണ്ടാകുന്ന ഒരു വെള്ളപ്പൊടി പോലുള്ള തടിപ്പ് ഇങ്ങനെ കാണാം, അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മുടെ റോസിൻ്റെ ഇലകളിലും തണ്ടുകളിലും ഒക്കെ തവിട്ട് നിറത്തിലുള്ള പാടുകൾ കാണാറുണ്ട്. പിന്നെ ഇലകൾ മങ്ങിപ്പോവുകയും പച്ച നിറം ഇല്ലാതാവുകയും ഉണങ്ങിപ്പോവുകയും ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ റോസിൻ്റെ ഒരു പ്രശ്നം റൂട്ട് ഇങ്ങനെ ചീഞ്ഞ് പോകുന്നതൊക്കെയാണ്. അപ്പം പിന്നെ ഇലകളിലൊരു മഞ്ഞ പച്ച ഒക്കെ പാടുകൾ കാണാം. അപ്പം ഇതൊക്കെ ഒരു പരിധിവരെ കീടങ്ങളാക്രമണം, ഫംഗസിൻ്റെ പ്രശ്നമൊക്കെയാണ്. അപ്പം നമുക്ക് ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം എന്താണെന്ന് വെച്ചാൽ നീം ഓയിലാണ്. നീം ഓയിൽ ഒരു മൂടിയാണ് എടുക്കുന്നതെങ്കിൽ 10 തുള്ളി ഡിഷ് വാഷും 1 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് റോസിൻ്റെ ഇലകൾക്കും തണ്ടുകളിലേക്കൊക്കെ തളിച്ച് കൊടുത്തു കഴിയുകയോ സ്പ്രേ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കീടങ്ങളുടെ ആക്രമണം തടയാം. പിന്നെ നമുക്ക് സാഫാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. സാഫ് കലക്കുകയോ, സാഫ് ഒരു പൊടിയായിട്ട് നീല കളറിലാണ് കിട്ടുക. അത് നമുക്ക് ചെടിയുടെ അടിയിൽ പൊട്ടി മിക്സിലോ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇനി നമ്മളൊരു റോസൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഭാഗത്ത് നിന്ന് പുതിയ തളിർപ്പൊക്കെ വേഗം വന്ന് ഇത് ഫംഗസ് ബാധയൊന്നും ഇല്ലാതൊക്കെ ഒന്ന് ചെറുതായി വെള്ളത്തിൽ കലക്കിയിട്ട് ഇങ്ങനെ തണ്ടിലിങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം കേട്ടോ. അപ്പം ഇലകളുടെയും തണ്ടുകളുടെയും ഒക്കെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഫംഗസിൻ്റെയും കീടങ്ങളുടെയും പ്രശ്നങ്ങളുടെയാണ് വരുന്നത്. അത് നമുക്ക് ഈ 2 പരിഹാരം ആണ് ഉള്ളത്, അത് ചെയ്യാം കേട്ടോ. ഇനി അടുത്തതായിട്ട് കട്ടിങ്. നമ്മൾ പെട്ടെന്ന് കട്ടിങ് പിടിപ്പിക്കാൻ, വേരുണ്ടാവാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ചെയ്യേണ്ടത് നല്ലൊരു കട്ടിങ്സ് ആണ് എടുക്കേണ്ടത്. എന്ന് വെച്ചാൽ ഒരുപാട് വണ്ണം കൂടിയതോ വണ്ണം കുറഞ്ഞതോ എടുക്കരുത്. ഒരു മീഡിയം ടൈപ്പ് തണ്ടുകൾ, അതും നല്ല പച്ച കളറിലുള്ള നല്ല തണ്ടുകൾ നോക്കിയെടുക്കുക. പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു റൂട്ടിംഗ് ഹോർമോൺ, നമുക്ക് ഹോം മെയ്ഡ് ആയിട്ടുള്ള റൂട്ടിംഗ് ഹോർമോണാണ് അലോവേര, നേന്ത്രപ്പഴം, ചിരട്ടക്കരി, ഇതൊക്കെ റൂട്ടിംഗ് ഹോർമോൺസാണ്. അപ്പോൾ അലോവേര ഒക്കെ ഒരു ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് അതിൽ കുറച്ച് നേരം ഈ തണ്ട് മുക്കി വെച്ചിട്ട് നമ്മൾ നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് പിടിക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ കട്ടിങ്സ് പിടിപ്പിക്കാൻ നോക്കുമ്പോൾ കുറച്ച് ഷെയ്ഡിൽ വെക്കണം, അല്ലാതെ വെയിലത്ത് കൊണ്ടുവച്ചാൽ ഈ തണ്ടുകൾ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് ഉണങ്ങിപ്പോവും കേട്ടോ, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ചെറിയൊരു നനവും കൊടുക്കുക. ഒരുപാട് വെള്ളം വെച്ച് ചീഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് ആക്കരുത്. കട്ടിങ്ങിനായിട്ട് നല്ല കട്ടറും ഉപയോഗിക്കുക. ഇതൊക്കെയാണ് വേരുകൾ ഉണ്ടാവാൻ നമുക്ക് പുതിയൊരു കട്ടിങ്സ്, നല്ല റോസ് പിടിപ്പിക്കാനുള്ള ടിപ്സ് കേട്ടോ. പിന്നെ ഇനി ഞാൻ പറഞ്ഞുതരാം പൂക്കളുടെ കാര്യം. നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നമുക്ക് നല്ല സൂര്യപ്രകാശം വേണം. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 6 മുതൽ 8 വരെ നല്ല രീതിയിൽ വെയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് റോസ് നല്ല രീതിയിൽ പിടിക്കുക. ആ സ്ഥലത്ത് നമ്മുടെ ലീഫ് പ്ലാന്റ്സിനൊന്നും അത്ര വെയിൽ പാടില്ല, ഒരു ഷെയ്ഡാണ് വേണ്ടത്. റോസ് അങ്ങനെയല്ല, ഡയറക്റ്റ് സൺലൈറ്റ് ഒരു 8 മണിക്കൂർ റോസിന് കിട്ടിയാൽ മാത്രമാണ് ആദ്യമായിട്ട് ആ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. റോസ് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ വെയിലത്ത് തന്നെ വെക്കുക കേട്ടോ. പിന്നെ റോസ് പൂക്കളുണ്ടാവാൻ ഫോസ്ഫറസ് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ NPK പോലുള്ള വളങ്ങൾ വാങ്ങിയിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് 1 സ്പൂണിന് 1 ലിറ്റർ വെള്ളമാണ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതല്ലാതെ റോസ് പൂവുണ്ടാവാൻ ഫോസ്ഫറസ് ഉള്ള ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. പഴത്തിൻ്റെ തൊലിയിലൊക്കെ നിറയെ ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട്. പഴത്തിൻ്റെ തൊലി വെള്ളത്തിലിട്ട് വെച്ചിട്ടോ അതല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചിട്ട് മണ്ണിലിട്ട് കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കളുണ്ടാവും കേട്ടോ. പിന്നെ പൂക്കൾ നിറയെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഉണ്ടായ പൂക്കളൊക്കെ അല്ലേ, അത് കൊഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെട്ടിക്കൊടുക്കണം. എന്നാൽ മാത്രമാണ് വീണ്ടും നല്ല രീതിയിൽ പൂക്കളുണ്ടാവുക.
അപ്പോൾ വളം പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ PK കൊടുക്കുക. പിന്നെ പോട്ട് മിക്സിൽ നിങ്ങൾ എല്ലുപൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ റോസ് പൂ ഉണ്ടാവാറുണ്ട്. പിന്നെ പൂക്കളും മുട്ടുകളും ഒക്കെ വരുമ്പോൾ കീടങ്ങളുടെ ആക്രമണം ഉണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നീം ഓയിൽ ഒന്ന് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാം. പിന്നെ റോസിൽ നനയ്ക്കുമ്പോൾ പൂക്കളിൽ വെള്ളമാവാതെ നോക്കുക. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോകും കേട്ടോ. ഇനി ഈ കീടങ്ങളുടെ ആക്രമണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞുതരാം. അത് നമ്മുടെ ഇലകളും കായകളും തിന്ന് കളയും. പിന്നെ തണ്ടുകളിലും ഇലകളിലും വെളുത്ത പൊടി പോലെ ആക്കി വെക്കും. പിന്നെ പൂക്കളെ നശിപ്പിക്കും, ഇലകൾ മങ്ങിയതാക്കും, ഇലകൾ തിന്ന് നശിപ്പിക്കും. ഇങ്ങനെയൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കും കീടങ്ങൾ. അപ്പം നിങ്ങൾ എന്തായാലും എന്തെങ്കിലും ഒരു പെസ്റ്റ് കൺട്രോൾ, നീം ഓയിലാണ് ഏറ്റവും എനിക്ക് ഫലപ്രദമായിട്ട് തോന്നിയിട്ടുള്ളത്, ഞാനതാണ് കൊടുക്കാറ്, അത് കൊടുക്കുക. പിന്നെ റോസ് പ്ലാന്റിന് എപ്പോഴും വളം ആവശ്യമാണ്. ഒരു 6 മാസം കൂടുമ്പോഴൊക്കെ നിങ്ങൾ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കമ്പോസ്റ്റോ ചാണകവെള്ളമോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ, ഞാനൊക്കെ പച്ച ചാണകം തന്നെ നമുക്ക് കിട്ടാനുള്ളതുകൊണ്ട് അത് കലക്കാണ് ഒഴിക്കാറ്. വെർമി കമ്പോസ്റ്റോ എന്തെങ്കിലും നിങ്ങൾ വളം റോസിൻ്റെ പ്ലാന്റ്സിന് കൊടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ പൂക്കളുണ്ടാവുക. പിന്നെ നല്ലോണം പൂക്കളുണ്ടാവണേ ഞാൻ പറഞ്ഞ ഫോസ്ഫറസിൻ്റെ വളം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക കേട്ടോ. അതുതന്നെയാണ് പൂക്കളുണ്ടാവാനുള്ള പ്രധാന ഒരു കാര്യം. പിന്നെ നൈട്രജൻ വളങ്ങളും, ഇപ്പോൾ നമ്മൾ ഈ സീമക്കൊന്നയുടെ ഇലയൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് ആ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കളുണ്ടാവാറുണ്ട്. പിന്നെ പൊട്ടാസ്യം നല്ല രീതിയിൽ വന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ റോസിൻ്റെ പ്രതിരോധശേഷി കൂടാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇനി റോസിൻ്റെ പോട്ടിംഗ് മിക്സ് എന്താ എടുക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. നല്ലൊരു പോട്ടിംഗ് മിക്സ് എന്ന് പറയുന്നത് മണ്ണും മണലും ചാണകപ്പൊടിയും മാത്രം മതി കേട്ടോ. അപ്പം ഇനി നിങ്ങൾക്ക് ഡെയിലി വെള്ളം ഒഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ചകിരിച്ചോറിടാം. കാരണം അങ്ങനെയാണ് 2-3 ദിവസം കൂടുമ്പോൾ നനച്ച് കൊടുത്താൽ മതി. പിന്നെ ചാണകപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് എല്ലുപൊടി യൂസ് ചെയ്യുക കേട്ടോ. മണ്ണും മണലും എല്ലുപൊടിയും മിക്സ് ചെയ്തൊരു മണ്ണെടുക്കുക റോസ് നടാൻ വേണ്ടിയിട്ട്. പിന്നെ നട്ടതിന് ശേഷം നിങ്ങൾ എപ്പോഴും റോസ് ആദ്യത്തെ ഒരു 5 ദിവസം ഷെയ്ഡ് തന്നെ വെക്കുക. അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ മാത്രമാണ് വെയിലത്തേക്ക് എടുത്ത് വെക്കേണ്ടത്. അത്യാവശ്യം നല്ല വെയിൽ കൊള്ളുന്നൊരു സ്ഥലത്താണ് നല്ല ഹെൽത്തി റോസുകൾ വെക്കേണ്ടത്. എന്നാൽ മാത്രമാണ് നിറയെ പൂക്കളും നല്ല പച്ച ഇലകളും ഒക്കെ കാണുക. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ റോസിന് 6 മാസം കഴിഞ്ഞാൽ വീണ്ടും വളം ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾ പുറത്തുനിന്ന് വളം വാങ്ങുകയാണെങ്കിൽ എപ്സം സോൾട്ട് നല്ലൊരു വളമാണ്. വളരെ പൈസ കുറഞ്ഞ് നല്ല രീതിയിൽ പൂക്കളും ഇലകളും നല്ലതാക്കാൻ എപ്സം സോൾട്ട് ഉപയോഗിക്കാൻ പറ്റും. എപ്സം സോൾട്ട് ഒരു ഗ്രാമിന് 1 ലിറ്റർ വെള്ളമാണ് കേട്ടോ. അത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കളും ഇലകളും ഒക്കെ ഉണ്ടാവും. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ റോസിൻ്റെ വിശേഷങ്ങൾ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ റോസ് സൂപ്പറായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.